ഹലോ നമസ്കാരം, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോന്നി എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി ചെന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണിത്. അവിടെ ഈ ചെടിയിലൊക്കെ ആനയുടെ രൂപമൊക്കെ വെട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസ് പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയൊരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും അതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ആനയുടെ പ്രതിമയും അതുപോലെ ഒരു കൊക്കിൻ്റെയൊക്കെ പ്രതിമയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വന്ന് വീഴുന്ന കാണുക തന്നെയാണ്. പിന്നെ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ട് ആനയുടെ രൂപങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റിൻ്റെ മ്യൂസിയം ഉണ്ട്. പിന്നെ എലിഫൻറ്റ് ആർട്ട് ഗാലറി, പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ എലിഫൻറ്റുമായി ബന്ധപ്പെട്ട ഒരു 3D ഷോ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ കയറുന്നതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജാണ്. ഈ എലിഫൻറ്റ് മ്യൂസിയത്തിനകത്തായാലും ആർട്ട് ഗാലറിക്കകത്തായാലും നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ആനയുടെ എവല്യൂഷനും അതുപോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അതിൻ്റെ എൻഡ് വിങ് വരെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ആനയുടെ വിവിധതരം കോയിൻസ്, അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ആ മ്യൂസിയത്തിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകൾ, മെയിനായിട്ട് ആനയുടെ സ്കെൽട്ടൺ, ആനയുടെ അസ്ഥിക്കൂടം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആനയുടെ തലയോട്ടിയുടെ ഭാഗം, പിന്നെ ആനയുടെ പല്ല്, അങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും അവർ ആ മ്യൂസിയത്തിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയുധങ്ങൾ, അതിനെ കെണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഉപകരണങ്ങൾ, അതിനെ മെരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ, അതെല്ലാം വെച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതിൻ്റെ അസ്ഥിക്കൂടത്തിൻ്റെ ഭാഗമായാലും പിന്നെ അതിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയുടെ ഭാഗമായാലും അതെല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആനകളെയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മീന എന്ന് പേരുള്ള 33 വയസ്സുള്ള ഒരു ആനയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ 3-4 ആനയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ആനയാണ്. അപ്പോൾ ഇത് ഓരോരോ ഡിവിഷനിൽ നിന്ന് ഇവർ കൊണ്ടുവരുന്ന ആനകളാണ്. അപ്പം അവർക്ക് കിട്ടുന്നതനുസരിച്ച് അവരവിടെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്ന ഈവ എന്ന് പേരുള്ള 22 വയസ്സുള്ള ഒരു ആനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേനും അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തൊരു ടൈമായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് കൃഷ്ണ എന്ന് പേരുള്ള 11 വയസ്സുള്ള ഒരു കൊമ്പനാനയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ആളെ സെപ്പറേറ്റ് ഒരു ഭാഗത്തായിട്ടാണ് മാറ്റിയിട്ടേക്കുന്നത്, മറ്റേ ആൾക്കാരെ വേറൊരു ഭാഗത്തും, അതുപോലെ തന്നെ ഈ ഒരു ആനയെ സെപ്പറേറ്റുമാണ് കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ അതിനകത്ത് ആർട്ട് ഗാലറി കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇതുപോലെ പല തരത്തിലുള്ള വസ്തുക്കൾ വെച്ച് ആനയുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിരട്ടയായാലും അതുപോലെ തന്നെ പല പല വസ്തുക്കൾ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ആനയുടെ ആൻറ്റിക്കായിട്ടുള്ള രീതിയിലുള്ള കുറേ രൂപങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആനയെ വുഡിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റിങ്ങിലൊക്കെ ആനയെ അതുപോലെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കച്ചി, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വെച്ച് ആനയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആർട്ട് ഗാലറിയിൽ പലതരത്തിൽ അതുപോലെ തന്നെ പല രൂപത്തിൽ ആനയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെയാണ് ഇപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കവിടെ കയറുന്നതിന് അഡൽറ്റിനാണെങ്കിൽ ഒരാൾക്ക് കയറുന്നതിന് 80 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ചിൽഡ്രൻ, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവിടെ കൺസെഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടിക്കകത്തൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് ഫീസും ഉണ്ട്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആനയുടെ കെണി ഒരുക്കുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആനയെ കൊണ്ട് തടിയെടുപ്പിക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ആനയുടെ പല്ലാണ്. ഇത് നമ്മുടെ ആനയുടെ മ്യൂസിയത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആനയുടെ ചിരട്ടയുടെ ഭാഗം, പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ആനയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന കെണികൾ, ഇത് ബന്ധപ്പെട്ടിട്ടുള്ള എലിഫൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയുധങ്ങൾ അതിനകത്ത് മ്യൂസിയത്തിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾ നമ്മൾ ഉടനെ നമ്മുടെ ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാവുന്നതാണ്.